ഈ വലയം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ആ സിനിമയുടെ ഇതിവൃത്തം തന്നെ ഈ മൊബൈൽ അഡിക്ഷനുള്ള ഒരു കുട്ടിയുടെ ഒരു ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. അത് എങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് ആണ് ആ സിനിമയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും പാരൻസും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അത് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ബാധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ദ്രോഹം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉപദ്രവിക്കുന്നത് ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ട് പാരൻസിനോടുള്ള റിക്വസ്റ്റ്, സ്കൂൾ അധികൃതരോട് ഉള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ദയവായി കുട്ടികളെ ഈ സിനിമ കാണിക്കുക. അവർ കുറച്ചെങ്കിലും ചിന്തിക്കും ഈ ഫോണിൽ ഇത്രമാത്രം ദ്രോഹം ചെയ്യുന്നുണ്ടോ. കാര്യം അവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവർ മറ്റുള്ളതൊന്നും അറിയുന്നില്ല. ഈ സിനിമ കാണുമ്പോഴാണ് ഞാനും ഇതിലൊരു വ്യക്തിയാണല്ലോ എന്ന് തോന്നുന്നത്. ഇതുപോലൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരുപാട് ആൾക്കാരുടെ ഫോൺ വിളിയും നേരിട്ട് കണ്ട് പ്രശംസ ഏറ്റുവാങ്ങിയതാണ് ഞാൻ. സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ജീവിതം തന്ന സിനിമയാണ് സ്പിരിറ്റ്. അതിലെ പ്ലംബർ മണി എന്ന് പറഞ്ഞ ഭീകരമായ മദ്യപാനിയെ പിന്നെ സിനിമ ഇറങ്ങിയ ശേഷം പല ആൾക്കാരും കണ്ടപ്പോൾ ഞാനും ഇതുപോലെ മദ്യപിക്കുന്ന ആളായിരുന്നല്ലോ, എനിക്ക് അതിൽ നിന്ന് മോചനമുണ്ട്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാനിങ്ങനെ വന്ന് വീട്ടിൽ വന്ന് വഴക്കിടും, ഭാര്യയെ തല്ലുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഞാനിപ്പോൾ അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരെ എനിക്ക് വഴിയിൽ കാണാൻ സാധിച്ചു. എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ സിനിമയും അതുപോലെ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സിനിമ കണ്ടാൽ മനസ്സിലാകുന്ന പ്രായത്തിലുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ഈ സിനിമ കാണിക്കണം. ഇത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷന് ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചിട്ടുള്ള സിനിമയാണ്. അത് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലൈഫിൽ ഗുണമേ ചെയ്യുള്ളൂ.